തിരുവല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം. ഷഹ്ന വീട്ടിൽ സ്ത്രീധന പീഡനം നേരിട്ടതായും ബാഹ്യ ഇടപെടലുകൾ മൂലം പോലീസിന് ഇതുവരെ പ്രതികളെ പിടിക്കാനായില്ല എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിലെത്തിച്ച് ശിക്ഷ ഉറപ്പാക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ചന്തു ചന്ദ്രശേഖർ നൽകും കൂടുതൽ വിവരങ്ങൾ. ചന്തു, വാർത്തയുടെ വിശദാംശങ്ങൾ. അനു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹ്ന ഷാജിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത് ഈ ഷഹ്ന ഭർതൃ വീട്ടിൽ മാതാവിന്റെയും ഈ ഭർത്താവിന്റെയും പീഡനം ക്രൂരമായി നേരിട്ടിരുന്നു. തുടർന്നാണ് ഈ പീഡനം സഹിക്കവയ്യാതെ വീട്ടിലേക്ക് മടങ്ങി വന്നത്. എന്നാൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല, ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈ കുടുംബത്തിന് സ്വാധീന ശക്തിയുണ്ട്. ആ സ്വാധീന ശക്തി കൊണ്ടാണ് അവരെ ഇതുവരെ പിടിക്കാൻ കഴിയാത്തതെന്ന കാര്യവും ഈ പരാതിയിൽ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ തിരുവല്ലം പോലീസ് വിവരം അറിയിച്ചതനുസരിച്ച് കടയ്ക്കൽ പോലീസ് ഇവരെ ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന ഒരു ആരോപണം നിലനിന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ഈ കടയ്ക്കൽ പോലീസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചേർത്താണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും മകൾ ക്രൂരമായ പീഡനം ഈ ഭർത്തൃ വീട്ടിൽ നേരിട്ടുവെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും മകൾ തന്നെ ഇക്കാര്യം പറഞ്ഞതായും നേരത്തെ ചിത്രങ്ങൾ സഹിതമാണ് ആദ്യം ഈ കുടുംബം വ്യക്തമാക്കിയിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. എത്രയും വേഗം ഈ പ്രതികളെ പിടികൂടണമെന്ന ആവശ്യം പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ടും ഈ പ്രതികളുടെ ബാഹ്യ ഇടപെടലും സ്വാധീന ശക്തിയും കൊണ്ടാണ് ഇവരെ പിടിക്കാൻ കഴിയാത്തതെന്നും ആരോപണത്തിൽ പറയുന്നു. എന്തായാലും ഉടനടി നടപടി വേണമെന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും ഷഹ്ന ഷാജിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ശരി ചന്തു.